GSTയിൽ കേരളത്തിന് വൻ തിരിച്ചടി. സംസ്ഥാന സർക്കാർ ലോട്ടറികൾക്ക് 12% മാത്രം നികുതി ഏർപ്പെടുത്തിയപ്പോൾ അന്യസംസ്ഥാന സ്വകാര്യ ലോട്ടറികൾക്ക് കേന്ദ്രം 28% നികുതി ഏർപ്പെടുത്തി. സംസ്ഥാന ലോട്ടറികൾക്ക് നികുതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ല. കേരളത്തിലെ ലോട്ടറി വരുമാനത്തിന് വൻ കുറവാണ് ഇതുമൂലം ഉണ്ടാവുക. കൂടുതൽ വിവരങ്ങളുമായി മനുശങ്കർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. മനു, അന്യസംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ ഇല്ല എന്ന് ഇരിക്കെ കേരളത്തിന് വൻ നഷ്ടമാണ് ഈ തീരുമാനത്തിലൂടെ ഉണ്ടാകുന്നത്. മറ്റു വിവരങ്ങൾ എന്താണ്? എന്തായാലും കേരളത്തിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നൽകുന്ന തീരുമാനമാണ് GST കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് എല്ലാ ലോട്ടറികൾക്കും സംസ്ഥാന സർക്കാരിന്റെയും അതോടൊപ്പം അന്യ സംസ്ഥാന സ്വകാര്യ ലോട്ടറികൾക്കും ഒരേ നികുതി ഏർപ്പെടുത്തണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത് അംഗീകരിച്ചില്ല. പകരം സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തുന്ന ലോട്ടറികൾക്ക് 12% നികുതി ഏർപ്പെടുത്താനും അതേസമയം അന്യ സംസ്ഥാന സ്വകാര്യ ലോട്ടറികൾക്ക് 28% നികുതി ഏർപ്പെടുത്താനുമാണ് GST കൗൺസിൽ യോഗത്തിൽ ധാരണയിൽ എത്തിയിരിക്കുന്നത്. അന്യ സംസ്ഥാന ലോട്ടറികൾ ഇല്ലാത്ത ഒരു സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇത് ഉണ്ടാക്കുക. പിന്നീട് കേരളത്തെ സംബന്ധിച്ചാണ് ഈ ലോട്ടറി നികുതി വരുമാനം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലും വലിയ തിരിച്ചടിയാണ് കേരളത്തെ സംബന്ധിച്ചുണ്ടാവുക. അതോടൊപ്പം ജൂലൈ 1-നകം GST നടപ്പാക്കുന്നതിന് GST IT നെറ്റ്വർക്കുകളൊക്കെ കേന്ദ്ര തലത്തിൽ പൂർണ്ണ സജ്ജമല്ല. എങ്കിലും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ GST നടപ്പാക്കാനുള്ള തീരുമാനത്തിലാണ് കൗൺസിൽ യോഗം പിരിഞ്ഞിരിക്കുന്നത്. ജൂൺ 30-ന് അർദ്ധരാത്രിയിൽ ഔദ്യോഗികമായി GSTയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും GST കൗൺസിൽ യോഗത്തിന് ശേഷം കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ് GST. അതേസമയം ചൂടേറിയ ചർച്ചകൾക്കൊടുവിൽ ഈ മറ്റു പല കാര്യങ്ങളിൽ പ്രധാനമായും ഈ ചൂണ്ടിക്കാട്ടുന്നത് 2000 മുതൽ 7500 രൂപ വരെയുള്ള മുറിക്ക് ദിവസ വാടകയുള്ള ഹോട്ടലുകൾക്ക് 18%, 7500 രൂപയ്ക്ക് മുകളിൽ വാടകയുള്ളവയ്ക്ക് 28% നികുതി ഏർപ്പെടുത്താനാണ് ധാരണയിൽ എത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റു ചില സുപ്രധാനമായ തീരുമാനങ്ങൾ IT അനുബന്ധ സൗകര്യം പൂർണ്ണമായും നടപ്പിലാക്കാത്തതിനാൽ റിട്ടേൺ നൽകുന്നതിന് വ്യാപാരികൾക്ക് 2 മാസം കൂടി സമയം അനുവദിക്കാനും GST കൗൺസിൽ യോഗത്തിൽ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്തായാലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജൂലൈ 1-ന് തന്നെ GST നടപ്പാക്കും. ജോർജ് മനുശങ്കറാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് MLA എന്ന നിലയിൽ. എറണാകുളം സെന്റ് തെരാസസ് കോളേജിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കുമ്മനത്തെ ഉൾപ്പെടുത്തിയത് MLA സ്ഥാനം നൽകിയാണ്. സംസ്ഥാനത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടികളിൽ പ്രോട്ടോകോൾ ലംഘിച്ച് BJP അധ്യക്ഷനെ പങ്കെടുപ്പിച്ചത് MLA എന്ന നിലയിലാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തൃക്കാക്കര MLA PT തോമസിനെ ഒഴിവാക്കി MLA എന്ന നിലയിൽ കുമ്മനം രാജശേഖരന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയത്. പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്ന ചടങ്ങിലും സെന്റ് തെരേസസിലെ പരിപാടിയിലുമാണ് MLA എന്ന നിലയിൽ കുമ്മനത്തെ ഉൾപ്പെടുത്തിയത്. 16-ാം തീയതിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ അണ്ടർ സെക്രട്ടറി പുഷ്പേന്ദ്ര കൗർ ശർമ്മ SBG IG പരിപാടികളിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക കൈമാറിയത്. ഈ പട്ടികയിലാണ് കുമ്മനത്തെ MLA എന്ന നിലയിൽ തിരികെ കയറ്റിയത്. സുരക്ഷയുടെ ഭാഗമായി SBG ആവശ്യപ്പെടുന്ന വാഹനങ്ങൾ കൈമാറുക മാത്രമാണ് സംസ്ഥാന പോലീസിന്റെ ചുമതല. ഇതിൽ യാത്ര ചെയ്യുന്നവരെ നിശ്ചയിക്കുന്നതും സുരക്ഷാ ചുമതലയുള്ള SBGയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ സംബന്ധിച്ച വിഷയത്തിൽ സുരക്ഷാ സേനയ്ക്ക് തെറ്റായ വിവരം കൈമാറിയെന്ന ഗുരുതര വീഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായത്. BJP നേതാവ് കൂടിയായ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സംസ്ഥാനത്തെ BJP അധ്യക്ഷനെ കൂടി പങ്കെടുപ്പിക്കുകയെന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരണം നടന്നുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 339 റൺസ് വിജയലക്ഷ്യം. നിശ്ചിത 50 ഓവറിൽ പാകിസ്ഥാൻ 4 വിക്കറ്റ് നഷ്ടത്തിൽ 338 റൺസ് ആണ് നേടിയത്. വിവരങ്ങളുമായി ഹരീഷ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഹരീഷ്, മികച്ച സ്കോറാണ് പാകിസ്ഥാൻ നേടിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതീക്ഷകൾ എത്രത്തോളം? മറ്റു വിവരങ്ങൾ? ഹരീഷ്. ജോർജറ്റ്, നമുക്ക് പറയാനുള്ളത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ 338 എന്ന റൺസാണ് നേടിയിട്ടുള്ളത്. 339 റൺസ് എന്ന വിജയലക്ഷ്യമാണ് ഇന്ത്യ ഇനി നേടാൻ പോകുന്നത്. ഈ വിജയലക്ഷ്യത്തിലേക്ക് കുതിപ്പ് വളരെ പ്രയാസം തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ്റെ 4 വിക്കറ്റ് മാത്രം ഇന്ത്യക്ക് വീഴ്ത്താൻ പറ്റിയിട്ടുള്ളൂ. ഉജ്ജ്വലമായ സ്കോർ തന്നെയാണ് 338 റൺസ് എന്നത്. ഇന്ത്യയുടെ കേദാർ ജാദവ്, അതുപോലെ തന്നെ ഉമേഷ് യാദവ്, പിന്നെ ഭുവനേശ്വർ കുമാർ, പാണ്ഡ്യ എന്നിവർക്കാണ് വിക്കറ്റ് ലഭിച്ചിട്ടുള്ളത്. ഹരീഷ് തുടരെ. ഇപ്പോൾ സ്പോർട്സ് ലേഖകൻ സുകേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സുകേഷ്, എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇന്ത്യക്ക്? പാകിസ്ഥാൻ മികച്ച ഒരു സ്കോറാണ്. ഇന്ത്യക്ക് ഏതായാലും ഈ സ്കോർ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണോ ഇപ്പോൾ നിലവിലുള്ളത്? സുകേഷ്.
തീർച്ചയായും ഒരു ഏകദിന മത്സരത്തിന്റെ ഫൈനലിൽ 330-അപ്പുറമുള്ള ഒരു സ്കോർ എന്ന് പറയുന്നത് തീർച്ചയായും എതിർ ടീമിനെ സംബന്ധിച്ച്, രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ച് വളരെ ആശങ്കാജനകം തന്നെയാണ്. എത്ര ഫോമിലുള്ള ഒരു ടീമാണെങ്കിൽ പോലും ഇത്രയും ഉയർന്ന ഒരു സ്കോർ, അത് പ്രത്യേകിച്ചും ഈ ഫൈനൽ പോലെ ഒരു മത്സരത്തിൽ, ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ചേസ് ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ഒരു സമ്മർദ്ദത്തിന് അടിപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. എങ്കിൽ പോലും ഇന്ത്യക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കുതിച്ചിരിക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ മത്സരം നമ്മുടെ മുന്നിൽ ഒരു അനുഭവമായുണ്ട്. അതിൽ ഇന്ത്യ നല്ല സ്കോർ നേടിയിട്ടും അവർക്ക് തോൽക്കേണ്ടി വന്നു എന്നുള്ളത്. അതുപോലൊരു സാഹചര്യം തിരിച്ച് ആവർത്തിക്കാനായിരിക്കും ഇന്ത്യ ആഗ്രഹിക്കുക. സ്വാഭാവികമായും നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പാണ്. തുടക്കക്കാർ തന്നെ നമുക്ക് നല്ല ഫോമിൽ കളിക്കുന്നു. ആയാലും ശിഖർ ധവൻ ഏറ്റവും കൂടുതൽ റൺ നേടിയിരിക്കുന്നു ടൂർണമെന്റിൽ. അപ്പോൾ നല്ല അടിത്തറ ഒരുക്കാൻ പറ്റിയ നല്ല ഫോമിലുള്ള ബാറ്റ്സ്മാൻമാർ നമുക്കുണ്ട്. തൊട്ടു പിന്നാലെ വരുന്ന കോഹ്ലിയും വളരെ ഫോമിലാണെന്ന് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തെളിയിച്ചതാണ്. പിന്നീട് യുവരാജും ധോണിയും എല്ലാം വരുന്നു. അപ്പം മധ്യനിരയിലും വലിയ ആശങ്കകളില്ലാത്തൊരു ടീമാണ് നമുക്ക് എന്നുള്ളത് ഏറെക്കുറെ ഇന്ത്യക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്ന് പാകിസ്ഥാന് ഇത്ര സ്കോർ പടുത്തുയർത്താൻ അവസരം കൊടുത്തത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായ ഒരു കാര്യമായി വേണം കാണാൻ. ബൗളിംഗിൽ നമുക്ക് വേണ്ടത്ര കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് നേടാനോ തുടക്കത്തിലെ വിക്കറ്റുകൾ എടുക്കാനോ ഇന്ത്യക്ക് സാധിച്ചില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ്. ഭുവനേഷ് കുമാർ ഒരു അറ്റത്ത് നന്നായി പന്തെറിഞ്ഞപ്പോൾ വിക്കറ്റ് നേടാൻ സാധ്യതയുണ്ടായിരുന്ന ബുക്ക ഒരു ഘട്ടത്തിൽ അത്രത്തോളം കൃത്യതയോടെ പന്തെറിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അശ്വിനും ഒട്ടും ആത്മവിശ്വാസമില്ലാതെ, നമ്മുടെ ഒരു സ്ട്രൈക്ക് ബൗളറാണെന്ന് അറിയപ്പെടുന്ന അശ്വിൻ ഒട്ടും ആത്മവിശ്വാസം ഇല്ലാതെയാണ് ഇംഗ്ലണ്ടിൽ പന്തെറിഞ്ഞത്. ഇന്നത്തെ കളിയും വ്യത്യസ്തമായിരുന്നില്ല. അദ്ദേഹത്തെ വളരെ അനായാസം നേരിടാൻ പാകിസ്ഥാൻ കളിക്കാർക്ക് സാധിക്കുന്നു. ഇവിടെ ഭുവനേശ്വർ കുമാർ മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസകരമായ രീതിയിൽ പന്തെറിഞ്ഞത്. ഹാർദിക് പാണ്ഡ്യയും ഒരു പരിധിവരെ തന്റെ കഴിവിനൊത്ത പ്രകടനം തന്നെ കാഴ്ചവെച്ചു. എന്നാൽ മറ്റു ബൗളർമാരിൽ നിന്നും വേണ്ടത്ര പിന്തുണ ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാന് അവർ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം കളിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യമാണ്. അന്തിമ ഓവറുകളിൽ ഭുവനേഷ് കുമാറും ബുംറയും അല്പം ഭേദപ്പെട്ട് എറിഞ്ഞത് കൊണ്ടാണ് 350 എന്ന സ്കോറിന് അപ്പുറം പാകിസ്ഥാൻ കടക്കാതിരുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ ഇന്ത്യക്ക് ബാറ്റിംഗിന് മുമ്പ് തന്നെ ഈ മത്സരം അടിയറ വെക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിയേനെ. അത് 350 കടന്നില്ല പാകിസ്ഥാൻ എന്നത് നമുക്കൊരു അല്പം ആശ്വാസം എന്നത് മാത്രമാണ് ഇന്നത്തെ അവസ്ഥയിൽ കാണുന്നത്. എന്തായാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചേസിംഗ് ടീം ആണ്, ഒപ്പം തന്നെ ഫിനിഷേഴ്സ്, ഏറ്റവും നല്ല മാച്ച് വിന്നേഴ്സ് ഒക്കെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഉണ്ടെങ്കിൽ പോലും പാകിസ്ഥാന്റേത് ഈ ടൂർണമെന്റിലെ ഏറ്റവും ശക്തമായ ഒരു ബോളിംഗ് നിരയാണ്. ആ ബോളിംഗ് നിരയാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നത്. തീർച്ചയായും ഹസൻ അലിയെ പോലുള്ള ഒരു ബൗളറെ ആദ്യ ഓവറുകളിൽ നമുക്ക് എത്രത്തോളം നന്നായി നേരിടാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ പന്തുകളിൽ നമുക്ക് വിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇന്ന് ഇന്ത്യക്ക് സാധ്യത. ആദ്യ 10 ഓവറിനുള്ളിൽ 2 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന, 2-3 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ സ്കോർ ചേസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഒരു അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കേണ്ടിയിരിക്കും. പക്ഷെ ഇവിടെ കളിയെ നമ്മളൊരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ യുക്തിയോടുകൂടി വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ഇത് വലിയൊരു കടമ്പ തന്നെയാണ്. ഇന്ത്യൻ ടീമിൽ ഒരു 2 പേരെങ്കിലും സെഞ്ചുറി നേടുകയോ അല്ലെങ്കിൽ സെഞ്ചുറിക്കടുത്ത സ്കോറിൽ എത്തുകയോ ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്കോർ ഇന്ത്യക്ക് ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാനാവുകയുള്ളൂ. ഒപ്പം തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെടാതിരിക്കുകയും വേണമെന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാന്റെ ബൗളിംഗ് വളരെ കൃത്യതയോടുകൂടി ഇംഗ്ലണ്ടിനെതിരെ തുടക്കത്തിൽ തന്നെ റിവേഴ്സിംഗ് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെ പാക് ബൗളർമാരുടെ മികവിന് തെളിവാണ്. അത്തരത്തിൽ അവർ നല്ല രീതിയിൽ, നമുക്കറിയാം, വളരെ മികച്ച രീതിയിൽ ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പന്തെറിയാൻ സാധിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അവർ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ഒപ്പം തന്നെ ഇംഗ്ലണ്ടിനെതിരെയും നേടിയ വിജയം. ആ ഒരു നിലവാരം അവരുടെ ബൗളർമാർ നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് വലിയ ഒരു കടമ്പ തന്നെയായിരിക്കും. അതിനെ അതിജീവിച്ച് ഒപ്പം തന്നെ വിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കുകയും അതേസമയം തന്നെ ഒരു ഓവറിൽ 7 റണ്ണെങ്കിലും എന്ന തോതിൽ റൺ റേറ്റും സൂക്ഷിക്കുക എന്നുള്ളത് എത്ര നിലവാരമുള്ള ടീമിനെ സംബന്ധിച്ചും വലിയൊരു കടമ്പ തന്നെയാണ്. ഇന്ന് പാക് ബൗളർമാരുടെ പ്രകടനം ഏറ്റവും നിർണായകമാകും. ഒപ്പം തന്നെ അതിനെ എത്രത്തോളം നന്നായി നമ്മൾ അതിജീവിക്കുന്നു എന്നുള്ളതായിരിക്കും ഇനിയുള്ള രണ്ടാമത് ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും നിർണായകമായ ഘടകങ്ങൾ. ഈ ഓവലിലെ പിച്ച് ബാറ്റിങ്ങിന് അനുകൂലമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ? നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ തന്നെ കണ്ടു. ഈ ഓവലിലെ പിച്ച് തീർത്തും ബൗളർമാരോട് ഒരു ദാക്ഷിണ്യം അല്ലെങ്കിൽ ബൗളർമാർക്ക് ഒരു സാധ്യതയും കൽപ്പിക്കാത്ത പിച്ച് തന്നെയാണെന്ന് നമ്മൾ കണ്ടിരിക്കുന്നു. അത് ഇന്ത്യക്ക് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഏക ആശ്വാസം, ഏറ്റവും ഇന്ത്യക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം പകരുന്ന സംഗതി ഈ പിച്ചിൽ നന്നായി ശ്രദ്ധയോടുകൂടി ബാറ്റ് ചെയ്യുകയാണെങ്കിൽ. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യ 3 ഓവറുകളിൽ പാകിസ്ഥാൻ വെറും 7 റൺ മാത്രമാണ് നേടിയത്. പിന്നീടായിരുന്നു അവർ വളരെ സൂക്ഷിച്ച് തുടങ്ങി പിന്നീട് ഇന്ത്യൻ ബൗളർമാരെ വളരെ ശ്രദ്ധിച്ച് ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്.
അതേ രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആണ് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. സൂക്ഷിച്ച് കളിക്കുകയും ഒപ്പം തന്നെ എല്ലാ മോശം പന്തുകളിൽ എല്ലാം റൺ കണ്ടെത്താൻ ശ്രമിക്കുകയും റൺ റേറ്റ് നിലനിർത്തുകയും ചെയ്താൽ മാത്രമാണ് സാധ്യത. പിച്ചിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ ഒരുക്കുന്ന പല പിച്ചുകളും ബൗളർമാർക്ക് യാതൊരു ആനുകൂല്യവും നൽകാത്ത ബാറ്റ്സ്മാൻമാരുടെ കളിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അത് തന്നെയാണ് ഇവിടെയുമുള്ളത്. പക്ഷേ ഇന്ത്യക്കുള്ള ഒരു സാധ്യത അതിൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ടോസ് നേടിയിട്ടും ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. അത് കോഹ്ലിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കാനാവുമോ പാകിസ്ഥാൻ ഇത്രത്തോളം റൺസ് എടുത്ത സ്ഥിതിക്ക്? ഇല്ല, ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. തന്റെ ബൗളർമാർ കോഹ്ലിയുടെ വിശ്വാസത്തിനൊപ്പം എത്തിയില്ല എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യക്ക് വിക്കറ്റുകൾ ലഭിച്ചില്ല എന്നുള്ളതാണ് കാണേണ്ടത്. പാക് ബാറ്റ്സ്മാൻമാർക്ക് അനായാസം കളിക്കാൻ സാധിച്ചു. തീർച്ചയായും ഇന്ത്യയെ പോലെ ശക്തമായ ബാറ്റിംഗ് നിര, ഫോമിലുള്ള ഒരു ബാറ്റിംഗ് നിര ഫൈനൽ പോലുള്ള ഒരു മത്സരത്തിൽ ചേസ് ചെയ്യുന്നത് തന്നെയാണ് വളരെ സേഫ് ആയതും അല്ലെങ്കിൽ വളരെ യുക്തമായ തീരുമാനം അത് തന്നെയായിരുന്നു. അതേക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ആ രീതിയിൽ ഒരു വിലയിരുത്തലിന് പോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായും ആ തീരുമാനം പാകിസ്ഥാൻ ഇത്രയും വലിയൊരു സ്കോർ നേടിയത് കൊണ്ടാണ് സ്വാഭാവികമായും അത് തെറ്റിപ്പോയോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ചേസിംഗ് നിര ഈ 339 റൺസ് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് നന്ദി സുകേഷിനോട് രേഖപ്പെടുത്തുന്നു. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 339 റൺസ് വിജയലക്ഷ്യം. തിരികെ വാർത്തകളിലേക്ക്. കൊച്ചി പുതുവൈപ്പിനിൽ IOCയുടെ LPG പ്ലാന്റിനെതിരെ നടന്ന പ്രതിഷേധ സമരത്തിൽ സംഘർഷം. പ്ലാന്റിലേക്ക് സമരക്കാർ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ലാത്തിവീശി. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 21-ന് യോഗം വിളിച്ചു. അതേസമയം തൽക്കാലത്തേക്ക് ടെർമിനലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ IOC നിർത്തിവെച്ചു. വൈപ്പിനിൽ നാളെ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. പുതുവൈപ്പിനിൽ LPG സംഭരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള IOCയുടെ നീക്കത്തിനെതിരെ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. 4 മാസത്തോളമായി അനിശ്ചിതകാല സമരത്തിലായിരുന്ന പ്രതിഷേധക്കാർ പ്ലാന്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. തുടർന്ന് പോലീസ് ലാത്തിവീശുകയും പ്രതിഷേധക്കാർ കല്ലെറിയുകയും ചെയ്തതോടെ പ്രദേശം സംഘർഷഭരിതമായി. നിരവധി സമരക്കാരും 10ഓളം പോലീസുകാർക്കും പരിക്കേറ്റു. പ്ലാന്റിന് മുന്നിൽ സ്ത്രീകളടക്കമുള്ളവർ കുത്തിയിരിപ്പ് സമരവും തുടങ്ങി. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 21-ന് യോഗം വിളിച്ചതോടെ പ്രതിഷേധക്കാർ സ്വയം അറസ്റ്റ് വരിച്ച് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. IOC അധികൃതരും സമരക്കാരും ബുധനാഴ്ച മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കും. ബുധനാഴ്ച വരെ പ്ലാന്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതായി IOC അധികൃതർ ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് UDF വൈപ്പിനിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുതുവൈപ്പിനിൽ നാട്ടുകാരെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരനായ സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ സമരത്തോട് പോലീസ് സ്വീകരിച്ച സമീപനം ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. DCP യതീഷ് ചന്ദ്രയുടെ നടപടികൾ വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി. ഈ സാഹചര്യത്തിൽ പ്രസ്തുത ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ നടപടികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും ചെയ്യണമെന്ന് VS കത്തിൽ ആവശ്യപ്പെട്ടു. പടിഞ്ഞാറൻ ലണ്ടനിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 58ആയി. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 70ഓളം പേരെ കാണാതായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ആഴ്ചകൾ എടുക്കുമെന്നാണ് ലണ്ടൻ പോലീസ് അറിയിച്ചത്. ഇപ്പോൾ ലണ്ടനിൽ നിന്ന് സുഗതൻ ടെലിഫോണിൽ ചേരുകയാണ്. സുഗതൻ, മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. തെരേസ മേക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും ഗവൺമെന്റിനും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് ലോക്കൽ ഗവൺമെന്റിന് ശക്തമായ ജനകീയ പ്രതിരോധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാണാനെത്തിയ പ്രധാനമന്ത്രി തെരേസ മേക്കെതിരെയും ലണ്ടൻ മേയർ സാദിഖ് ഖാനെതിരെയും ജനങ്ങൾ തട്ടിക്കയറി. പോലീസ് വലയം തീർത്താണ് അവരെ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ബുധനാഴ്ച വെളുപ്പിനെ ഉണ്ടായ തീപിടുത്തത്തിൽ വെളുപ്പിന് 5 മണിവരെ ഏകദേശം 4-5 മണിക്കൂറോളം ഫോണിലൂടെ ബന്ധുക്കളോടും ഫയർ ബ്രിഗേഡിനോടും സംസാരിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാരും 5-6 മണിക്കൂറിന് ശേഷമാണ് തീ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ലണ്ടൻ ഫയർ ബ്രിഗേഡോ ഗവൺമെന്റോ ഇത്തരം ഒരു തീപിടുത്തത്തിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുള്ള വിമർശനം പരക്കെ ഉയരുകയാണ്. പല ആൾക്കാരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അറിയിക്കുന്നത് ഇവരുടെ മൃതദേഹത്തിന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് DNA ടെസ്റ്റുകളും മറ്റും നടത്തി ആഴ്ചകളോളം എടുക്കുമെന്നാണ്. ഇപ്പോൾ ഒരു 70ഓളം പേര് അൺഐഡന്റിഫൈഡ് ആയിട്ടുണ്ട്. അവരെയാണ് പ്രിസ്യൂംഡ് ഡെഡായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്.
കാണാതായവർ മരണപ്പെട്ടു എന്ന നിഗമനത്തിൽ തന്നെയാണോ പോലീസ്? ഒപ്പം ആശുപത്രിയിൽ കഴിയുന്ന നിരവധി പരിക്കേറ്റവരുണ്ട്, അവരുടെ അവസ്ഥ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഏതാണ്ട് 20ഓളം പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. മറിച്ച് കാണാതായപ്പെട്ടവരെല്ലാവരും തന്നെ മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ അവരേതെങ്കിലും ഹോസ്പിറ്റലിലോ മറ്റ് അഭയകേന്ദ്രങ്ങളിലോ കാണേണ്ടതാണ്. അവിടെയൊന്നും കാണാത്തത് കൊണ്ടാണ് ഇവരെല്ലാം മരിച്ചതായി കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും ഗുരുതരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിലേക്ക് ഇപ്പോഴും കടന്നു ചെന്ന മൃതദേഹങ്ങളുടെ എണ്ണം കണക്കാക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ദിവസങ്ങളെടുത്തെങ്കിൽ മാത്രമേ അതിനകത്ത് കടന്ന് മൃതദേഹങ്ങളെ തിട്ടപ്പെടുത്തുകയും അവയൊക്കെ കത്തിക്കഴിഞ്ഞതിനാൽ DNA ടെസ്റ്റിലൂടെ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചാണ് അതിനകത്തു നിന്നുള്ള ചിത്രങ്ങൾ പകർത്തിയെടുത്ത് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ പോലീസ് കൃത്യമായ കണക്ക് വീണ്ടും വൈകുന്നേരത്തോടുകൂടി പുറത്തുവിടുമെന്നാണ് അറിയിക്കുന്നത്. ഭിന്നശേഷി കുട്ടികൾക്കും അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കും ആകാശകാഴ്ചയുടെ വിരുന്നൊരുക്കി കൊച്ചി മെട്രോ. സംസ്ഥാനത്തെ വിവിധ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവരാണ് ഇന്ന് കൊച്ചി മെട്രോയിൽ കന്നി യാത്ര നടത്തിയത്. ആരോഗ്യമന്ത്രി KK ശൈലജയും ഇവർക്കൊപ്പം യാത്ര ചെയ്തു. ഒരിക്കലും നടക്കാത്ത സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ മുഖഭാവമായിരുന്നു എല്ലാവർക്കും. ഉയരത്തിൽ നിന്നുള്ള നഗരക്കാഴ്ചകൾ കണ്ട് നീങ്ങുമ്പോൾ എല്ലാം കീഴടക്കിയതുപോലുള്ള അഹങ്കാരം. സ്വന്തം മെട്രോയിൽ കന്നിയാത്ര അതുകൊണ്ട് തന്നെ ആടിയും പാടിയും അവർ ആഘോഷമാക്കി. യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാം മറന്ന് അവർ വാചാലരായി. സംസ്ഥാനത്തെ 43 സ്കൂളുകളിൽ നിന്നുള്ള 45ഓളം ഭിന്നശേഷി കുട്ടികളും വിവിധ അനാഥാലയങ്ങളിലെയും അഗതി മന്ദിരങ്ങളിലെയും അന്തേവാസികളും രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു. ആരോഗ്യമന്ത്രി KK ശൈലജയും ഇവരോടൊപ്പം അണിചേർന്നപ്പോൾ ഇരട്ടി മധുരമായി. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ മന്ത്രിക്ക് സമ്മാനവും നൽകാൻ മറന്നില്ല. ഇത് ജീവിതത്തിലെ ധന്യമായിട്ടുള്ള നിമിഷമാണ്. ഈ മക്കളുടെ മുഖത്തെ ചിരി, അവരുടെ സന്തോഷം, അവരുടെ ആത്മവിശ്വാസം, അല്ലേ, അതാണ് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. കളമശ്ശേരിയിൽ നിന്നും ആലുവ വരെയും തിരിച്ചുമായിരുന്നു യാത്ര. നാളെ പൊതുജനങ്ങൾക്കായി സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇത്തരമൊരു കാരുണ്യ പ്രവൃത്തി കൂടി ചെയ്ത് കൊച്ചി മെട്രോ മറ്റൊരു മാതൃകയും കാണിച്ചു കൊടുത്തു. വൈകല്യങ്ങളും അനാഥത്വവും മറന്ന് ഒരു സുഖയാത്ര. കൊച്ചി മെട്രോയിലെ ആദ്യ കന്നിയാത്ര ആടിയും പാടിയും ആഘോഷമാക്കി ഇവർ. ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം സിബി ജോസഫ്. സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനം. ഇതു സംബന്ധിച്ച ശുപാർശ റേഞ്ച് IG DGPക്ക് കൈമാറി. അതേസമയം ഇക്കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനം നാളെ ഉണ്ടാകും. സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ പെൺകുട്ടി പുതിയ വെളിപ്പെടുത്തലുമായി വന്ന സാഹചര്യത്തിലും നിലവിലെ അന്വേഷണ സംഘം കേസന്വേഷണം തൃപ്തികരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് പങ്കുണ്ടെന്ന പരാതിയും പ്രതിഭാഗം അഭിഭാഷകൻ എഴുതിയ കത്തും പിന്നാലെ വന്ന ടെലിഫോൺ സംഭാഷണവും വെളിപ്പെടുത്തലുകളും ഒപ്പം പരിഗണിക്കുന്നുണ്ട്. അന്വേഷണം കൈമാറുന്നതിനുള്ള ശുപാർശ തിരുവനന്തപുരം റേഞ്ച് IG DGPക്ക് കൈമാറി. കോടതിയിൽ ഹാജരാക്കിയ കത്തും ടെലിഫോൺ സംഭാഷണവും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കും. പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് മൊഴിമാറ്റുന്ന സാഹചര്യത്തിൽ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റിനും പോളിഗ്രാഫ് ടെസ്റ്റിനും വിധേയമാക്കണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. അന്വേഷണം കൈമാറുന്നത് സംബന്ധിച്ച തീരുമാനം നാളെയുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുഗന്ധമുള്ള ശില്പങ്ങളെ തലസ്ഥാന നഗരിക്ക് പരിചയപ്പെടുത്തുകയാണ് സൃഷ്ടി വിസ്മയം എന്ന ശില്പ പ്രദർശനം. കുളിമുറികളിൽ കുമിള വിതറുന്ന വിവിധ വർണ്ണങ്ങളിലെ സോപ്പുകളിൽ ശില്പിയുടെ കരവിരുതിൽ പിറവികൊണ്ടത് ജീവമയമുള്ള ശില്പങ്ങളാണ്. സുഗന്ധമുള്ള ശില്പങ്ങൾ, ഇതാണ് CG ബിജു എന്ന കലാകാരനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. കുളിമുറിയിൽ പതഞ്ഞുതീരുന്ന സോപ്പുകളെ തന്റെ കരവിരുതിന്റെ സൃഷ്ടിവൈഭവം കൊണ്ട് അമ്പരപ്പിക്കുന്ന ശില്പങ്ങളാക്കി മാറ്റുന്ന ശില്പിയാണ് ബിജു. ദൈവങ്ങൾ മുതൽ ചലച്ചിത്ര താരങ്ങൾ, ഗായകർ തുടങ്ങി പാമ്പുകളുടെയും പക്ഷികളുടെയും വരെ ശില്പങ്ങളുണ്ട് ഇക്കൂട്ടത്തിൽ. വ്യത്യസ്തമായ ശില്പനിർമ്മാണമെന്ന തന്റെ ആശയത്തിൽ നിന്നാണ് സോപ്പ് ശില്പങ്ങളുടെ പിറവിയെന്ന് ശില്പി ബിജു പറയുന്നു. ഇത് ഞാൻ പലതിലും ശില്പങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു മെയിനായിട്ട് നോക്കിയത്. വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്താൽ കൊള്ളാമെന്നുള്ളതിൻ്റെ
അവസാനം എത്തിച്ചേർന്നതാണ് സോപ്പിൽ ശില്പം. അപ്പോൾ അത് അധികം ആൾക്കാരൊന്നും അതിൽ കൂടുതൽ ട്രൈ ചെയ്തിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രയാസമേറിയ ഒരു ഏരിയ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിലോട്ട് തിരിഞ്ഞത്. കുമിളകളായി തീരാൻ വിധിക്കപ്പെട്ട ഒരു പിടി സോപ്പുകളുടെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളുടെ പ്രദർശനം തിരുവനന്തപുരം മ്യൂസിയത്തിൽ ആസ്വാദകർക്കായി ഇന്നും ഒരുക്കിയിട്ടുണ്ട്. സൃഷ്ടിവിസ്മയം എന്ന പേരിൽ നടക്കുന്ന പ്രദർശനം ശില്പി ജിനൻ ഉദ്ഘാടനം ചെയ്തു. ഗൾഫിൽ നടത്തിയ പ്രദർശന വിജയത്തിന്റെ ചുവട് പിടിച്ചാണ് മ്യൂസിയത്തിലെ സൃഷ്ടിവിസ്മയം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. അല്ലാഹു തആല പറയാം, വഅൻഫിഖൂ മിമ്മാ റസഖനാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം വരുന്നതിന് മുമ്പ്. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അടുത്ത നിമിഷം വരേക്ക് പടച്ചവനെ എന്നെ ഒന്ന് പിന്തിച്ചുകൊണ്ട എൻ്റെ ജീവിതം കുറച്ചുകൂടി ജീവിക്കാനുള്ള ഒരു അവസരം നൽകേ എന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക.